CPM ചോക്കാട് ശ്രാമ്പിക്കൽ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും രാഷ്ട്രീയ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. CPM നേതാവ് സജീവൻ ശ്രീകൃഷ്ണപുരം ഉദ്ഘാടനം ചെയ്തു. ഈ ചെങ്ങായിയാണ് ആൾക്കാരെ പറഞ്ഞൊക്കെയാണ് അവിടെ ചെന്നിട്ട് നമുക്കറിയാം. ഇപ്പൊ 4 ലക്ഷം റുപ്യ കിട്ടി ലൈഫില് വീട് പണി പൂർത്തീകരിക്കാൻ ചിലപ്പോൾ പറ്റില്ല. അപ്പൊ 50,000 1 ലക്ഷം റുപ്യ ആവശ്യം ഉണ്ടാവും. കാരണം അവസാനത്തെ പണിയാവും, ടൈൽസിന്റെ പണി കഴിഞ്ഞില്ല, ബാക്കി പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ ആകെ മുട്ടി നിൽക്കുകയാണ് ആൾക്കാരുടെ ജനം. അപ്പൊ ഇവര് ചെന്നിട്ട് പറയുന്നത് ഞങ്ങൾ പുനർജനി പദ്ധതി നടപ്പിലാക്കി തരാം. അങ്ങനെ വീട്ടമ്മമാരെ പറ്റിച്ചു ഇവർ പരാതി കൊടുത്തു. ഈ തരാന്ന് പറഞ്ഞ പൈസ തന്നിട്ടില്ല, ഞങ്ങൾക്ക് ടൈൽസ് ഇടണം, കറണ്ട് എടുക്കണം, ഒന്നും നടന്നിട്ടില്ല. ഇപ്പോഴാണ് കാര്യം പുറത്തായത്. ഇങ്ങനെ ആളുകളെ പറ്റിച്ചു. നിങ്ങൾ നോക്കൂ, സഹകരണ ബാങ്കുകൾ കെയർ ഹോം പദ്ധതി ഉൾപ്പെടുത്തി 2700ഓളം വരുന്ന ആളുകൾക്ക് വീട് വെച്ചു കൊടുത്ത പദ്ധതി പോലും തന്റെ പദ്ധതിയാണെന്ന് ഉറപ്പില്ലാതെ ഈ നാട്ടിൽ പറഞ്ഞ് ഇങ്ങനെ ചർച്ച വന്നപ്പോൾ നിയമസഭയിൽ നിങ്ങൾ CBI അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ട VD സതീശൻ CBI അന്വേഷണം പറഞ്ഞപ്പോ ഇന്നെ ആക്രമിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നിലവിളിച്ച് നടക്കാൻ നമ്മുടെ നാട്ടില്. ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയും, നാട്ടിലെ ജനം ഇത് വിലയിരുത്തും. പ്രിയപ്പെട്ടവരെ, ഈ കേരളം വളരെ കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടെ അവധാനതയോടെ ഈ കേരളം മുന്നോട്ട് പോകും. നമ്മളെ തകർക്കാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടത്തുന്ന കുൽസിതമായ ശ്രമങ്ങളെ ഈ കേരളം അതിജീവിക്കും. അങ്ങനെ അതിജീവിച്ചാണ് കേരളം സ്വന്തം കാലിൽ നിൽക്കുന്ന നാടായി നമ്മുടെ നാട് മാറിയത്. തനത് വരുമാനം കേരളം വർദ്ധിപ്പിച്ചു, സാമ്പത്തിക നില മെച്ചപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ 2000 രൂപ പെൻഷൻ കൊടുക്കുന്നു. ഒരു തർക്കവുമല്ല, കേരളത്തിന് നൽകാനുള്ള പണം ഇന്ത്യ ഗവൺമെന്റ് തന്നാൽ ഞങ്ങൾ ഇത് തെരഞ്ഞെടുപ്പിന്റെ തട്ടിപ്പായി പറയുന്നതാണ് എന്ന് ഇവിടെ ആരും കരുതേണ്ടതില്ല. ഞാൻ പറഞ്ഞല്ലോ, 600 രൂപ 2000 രൂപയാക്കാൻ 9 കൊല്ലം കൊണ്ട് ഇടതുപക്ഷ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന് നൽകാനുള്ള പണം ഇന്ത്യ ഗവൺമെന്റ് തരാൻ തയ്യാറായാൽ ഒരു തർക്കവും വേണ്ട. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ 62 ലക്ഷം മനുഷ്യരുടെ കൈകളിലേക്ക് പ്രതിമാസം 2500 രൂപ ഈ കേരളം പെൻഷൻ കൊടുക്കും. ഒരു തർക്കവുമില്ല. അങ്ങനെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് സമാനതകളില്ലാത്ത പ്രവർത്തനം നടത്തി കേരളത്തിലെ ഇടതുപക്ഷം മുന്നോട്ട് പോകും. ഇവിടെ ഹിന്ദുവിന്റെ പേരിൽ, മുസ്ലിമിന്റെ പേരിൽ, മറ്റു മതങ്ങളുടെ പേരിൽ ചേരിതിരിവുണ്ടാക്കാൻ പരിശ്രമിക്കുന്നവരോട് വിട്ടുവീഴ്ചയില്ലാതെ പൊരുതാൻ നമുക്കാകും. പ്രിയപ്പെട്ടവരിവിടെ ജാതി മേലാവിത്വം കൊടികുത്തിമാണ് നാളിൽ ഈ നാട്ടിൽ ഒരു ഹിന്ദു സ്നേഹിയെയും നമ്മൾ കണ്ടിട്ടില്ല. കേരളത്തിൽ 3000-ലധികം ഹിന്ദു ആരാധനാലയങ്ങളുണ്ട്. ഇതൊന്നും ഉണ്ടാക്കിയത് RSS സംഘപരിവാരമോ അല്ല. ആരാണ് അമ്പലം ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും ഈ നാട്ടിലെ തൊഴിലാളികളാണ്. അവരാണ് കല്ലുവെട്ടിയത്, അവരാണ് ചെത്തിപ്പടുത്തത്, അവരാണ് വിഗ്രഹം കൊത്തിയത്, അവരാണ് പ്രതിഷ്ഠ നടത്തിയത്. അധ്വാനിക്കുന്ന മനുഷ്യനാണ് ഈ ലോകമുണ്ടാക്കിയത്. അവൻ തൊലികറുത്തവനെന്ന് പറഞ്ഞ്, ജാതിയിൽ താഴവനെന്ന് പറഞ്ഞ് അമ്പലത്തിൽ കയറാൻ അനുവദിക്കാതെ വരേണ്യവർഗം ഈ നാട്ടിലെ സാധാരണ മനുഷ്യനെ മാറ്റി നിർത്തിയപ്പോ ഈ നാട്ടിലെ സാധാരണ മനുഷ്യരോട്, പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ വീട്ടകങ്ങളിലേക്ക് കടന്നു വന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്കറിയാം, ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന് 12 കൊല്ലം കഴിഞ്ഞും ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒരു തൊലികറുത്തവൻ കടന്നു ചെല്ലാതിരുന്ന ഒരു കാലത്ത് ഈ നാട്ടിലെ സാധാരണ മനുഷ്യനടുത്തേക്ക് ചെന്ന് നീയും മനുഷ്യനാണ്, അവരെക്കാളൊന്നും നിനക്ക് കുറവില്ല എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ സാധാരണ മനുഷ്യനെ മനുഷ്യരായി നടക്കാൻ പഠിപ്പിച്ച പ്രസ്ഥാനം ഈ ചോരച്ചങ്കൊടിയുടെ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനം ഈ കേരളത്തിൽ പിന്മടങ്ങി പോകില്ല. ചോക്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് വിജയിച്ച LDF ജനപ്രതിനിധികൾക്ക് ശ്രാമ്പിക്കൽ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേളുനായർപ്പടിയിൽ സ്വീകരണവും രാഷ്ട്രീയ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി പ്രകടനവും നടത്തി. KS അൻവർ അധ്യക്ഷത വഹിച്ചു. LDF ജനപ്രതിനിധികൾക്ക് ഉപഹാരവും നൽകി. മെമ്പർമാരായ KT മജീദ്, P ഗിരീഷ് കുമാർ, V അൻഷാബ് വേരേങ്ങൽ, KV അബ്ദുൽ മുനീർ, റംലത്ത് ചിറക്കൽ, PK ശ്രീമതി എന്നിവരെ ആദരിച്ചു. CPM ലോക്കൽ സെക്രട്ടറി KT മുജീബ്, P കേശവദാസ് എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് T മുജീബ്, K രഞ്ജിത്ത്, P ഷാജി, പുഷ്പലത എന്നിവർ നേതൃത്വം നൽകി. P രാധാകൃഷ്ണൻ സ്വാഗതവും അഡ്വക്കേറ്റ് K അൻസാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.